അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ തജ്വീദിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ 15 ആകുന്നു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്താണ് ഖുർആൻ ഷരീഫ്. 3. ഹൽക്കിൻ്റെ അർഫുകൾ 6. 4. നാവിൽ 10 സ്ഥാനങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18. 5. ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായുടെ ഉൾഭാഗമാണ്. 6. തരിമൂക്കിന് പറയുന്ന പേര് ഖൈശൂം. സെക്ഷൻ 2 തെറ്റ് ശരിയാക്കി എഴുതാം. 1. ഹർഫ് പുറപ്പെടുന്ന സ്ഥാനമാണ് സിഫാത്ത്. സിഫാത്ത് എന്നുള്ളത് തെറ്റാണ്. ശരിയായത് മഖ്റജ്. 2. മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റാവുമാണ്. മീമും നൂനുമാണ് എന്നാണ് ശരിയായത്. 3. പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൻ വരികയില്ല. അത് തെറ്റാണ്. ശരിയായത് പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല. 4. ഫത്ഹിനെ നീട്ടുവാൻ കസ്റിനെ ഉപയോഗിക്കാം. അത് തെറ്റാണ്. അലിഫിനെ ഉപയോഗിക്കാം എന്നാണ് വേണ്ടത്. സെക്ഷൻ 3 ഓരോ ഉദാഹരണം എഴുതാം. ഇദ്ഗാമും ബിഉന്ന മണിക്കലോടുകൂടി ഇദ്ഗാം ചെയ്യൽ. അതിൻ്റെ ഉദാഹരണമാണ് മിൻ നിഅമത്തിൻ. 2. ഇദ്ഗാമും ബിലാ ഉന്ന മിർ റബ്ബിഹിം ഈശത്തുൻ റാളിയ. 3. ഇഖ്ലാബ് മിൻ ബഅദു. 4. ഇഖ്ഫാ കുന്ത. സെക്ഷൻ 4 വ്യക്തമാക്കാം. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഫാ, വാവ്, ബാ, മീം. 2. തൊണ്ടയുടെ മുകൾ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് അദ്നൽ ഹൽക്ക്. 2. തൊണ്ടയുടെ താഴെ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് അക്സൽ ഹൽക്ക്. സെക്ഷൻ 5 ഉത്തരം എഴുതാം. മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ആൻസർ തരിമൂക്കിൽ നിന്ന്. 2. സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം ഏതിന്? ചില നൂനുകൾ ഒന്നും കാണുകയില്ല. ചില നൂനുകൾക്ക് അറഫായിട്ട് ഒന്നും കാണുകയില്ല. അങ്ങനെയുള്ള നൂണിനെ സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. സെക്ഷൻ 6 കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 2. ഇദ്ഗാമും ബിഉന്ന ശബ്ദോടുകൂടി മണിക്കണം. 3. ഇഖ്തിലാബ് മീമായി മറച്ചു മണിക്കണം. 4. ഇഖ്ഫാ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തരത്തിലെ തജ്വീദിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളും മറ്റും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.